നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-നാണ് ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിലാണ് നസ്രുള്ള കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഇയാളെ വധിച്ചതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ തന്നെ ഒരു മുതിർന്ന നേതാവ്. അന്ന് നസ്രുള്ളയ്ക്കൊപ്പം 20 ഹിസ്ബുള്ള കമാൻഡർമാരും കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ 32 വർഷമായി ഹിസ്ബുള്ള ഭീകര സംഘടനയെ നയിച്ചിരുന്ന നസ്രുള്ള ഭൂമിക്കടിയിലെ അവരുടെ ഒളിത്താവളത്തിനുള്ളിലാണ് ഇസ്രായേൽ വകവരുത്തിയത്. ഇതിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം ലെബനനിലേക്ക് കടന്നുകയറി ശക്തമായ ആക്രമണമാണ് നടത്തിയത്. കഴിഞ്ഞ വർഷം നവംബർ 27-നാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിനായി ധാരണയുണ്ടാകുന്നത്. അതുവരെ ഈ ആക്രമണം തുടർന്നിരുന്നു. ഹിസ്ബുള്ളയുടെ മുതിർന്ന സുരക്ഷാ നേതാവായ വഫീഖ് സഫയാണ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബെയ്റൂട്ടിലെ ഭൂമിക്കടിയിലുള്ള സുരക്ഷാ താവളത്തിൽ ഇരുന്നുകൊണ്ടാണ് നസ്രുള്ള ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഹിസ്ബുള്ള ഭീകരർ അവരുടെ എല്ലാവിധ ആയുധ സന്നാഹങ്ങളും 60 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യണം. കഴിഞ്ഞ ദിവസം ഒരു സൗദി അറേബ്യൻ ചാനൽ പുറത്തുവിട്ട വാർത്തയനുസരിച്ച് ഒരു കെമിക്കൽ ഉപയോഗിച്ചാണ് നസ്രുള്ളയെ വധിച്ചതെന്നാണ് പറയുന്നത്. ഇതിനായി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഒരാളിനെ നിയോഗിച്ചിരുന്നതായും ഇയാൾ ഹസ്തദാനത്തിലൂടെ നസ്രുള്ളയുടെ ശരീരത്തിൽ ഇത് കടത്തിവിട്ടതായിട്ടാണ് റിപ്പോർട്ട് പറയപ്പെടുന്നത്. മൊസാദിന്റെ ഏജന്റ് ഇറാൻ പൗരനായിരിക്കാമെന്നാണ് സംശയമെന്നും സൂചനയുണ്ട്. നസ്രുള്ളയുടെ കയ്യിൽ പുരട്ടിയ രാസവസ്തുവിനെ സെൻസറോ അല്ലെങ്കിൽ വളരെ താണു പറക്കുന്ന ഡ്രോണോ ഉപയോഗിച്ച് മനസ്സിലാക്കി ട്രാക്ക് ചെയ്താണ് നസ്രുള്ളയുടെ ഒളിത്താവളം കണ്ടുപിടിച്ചതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇസ്രായേൽ ലെബനനിൽ എങ്ങും വളരെ ശക്തി കൂടിയ ക്യാമറകളും സെൻസറുകളുമുള്ള ഡ്രോണുകൾ നിയോഗിച്ചിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് നസ്രുള്ളയെ കണ്ടെത്താനും വകവരുത്താനും കഴിഞ്ഞു. ഹിസ്ബുള്ള തലവനെ കുറിച്ചുള്ള വിവരങ്ങളും ഇയാൾ ഭൂമിക്കടിയിലെ രഹസ്യ താവളത്തിലുണ്ടെന്ന കാര്യം ഒരു ഇറാൻകാരനായ ഇസ്രായേൽ ചാരനാണ് ചോർത്തിക്കൊടുത്തതെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇയാൾ നസ്രുള്ളയുടെ വിശ്വസ്തനായിരുന്നു എന്നും പറയപ്പെടുന്നു. വൻ പ്രഹരശേഷിയുള്ള ബങ്കർ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഹസൻ നസ്രുള്ളയെയും കൂടെയുള്ളവരെയും കൊന്നിരിക്കുന്നത്. അമേരിക്കൻ നിർമ്മിതമായ ഇത്തരത്തിലുള്ള 6 ബോംബുകളാണ് ഭൂമിക്കടിയിലുള്ള ഹിസ്ബുള്ളയുടെ താവളം ആക്രമിച്ച് തകർക്കാനായി ഉപയോഗിച്ചത്. നസ്രുള്ളയ്ക്കൊപ്പം 20ഓളം ഹിസ്ബുള്ളയുടെ പ്രമുഖ നേതാക്കളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഏതായാലും ഇപ്പോൾ കൊലപാതകം നടന്നിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് അത് എത്തരത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുന്നത്.